ബുക്സിൽ നിന്ന് കിട്ടുന്ന നോളജിനപ്പുറം അല്ലെങ്കിൽ സബ്ജക്ട്സിൽ നിന്ന് കിട്ടുന്ന നോളജിനപ്പുറം സോഷ്യലി ഉണ്ടാവുന്ന കുറെ നോളജുകളുണ്ട്. അതിന് ഭയങ്കര വാല്യൂ ആണ്. അപ്പം പക്ഷെ പറഞ്ഞു വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഫോർ യു എൻ്റർ ഇൻ ടു സംതിങ് ബിഗ്, ഇപ്പം ബിടെക് പോലൊരു കോഴ്സ് ഇറ്റ് ഇസ് സംതിങ് ബിഗ്, റൈറ്റ്? ഒരു 4 years നമ്മളൊരു ലൈഫിൻ്റെ ഒരു 4 years നമ്മളൊരു സാധനത്തിനോട് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. വി ആർ ഗിവിങ് സംതിങ് ബിഗ്, വി ആർ ഓൺ ടു സംതിങ് ഹ്യൂജ്. അപ്പോൾ അതിന് മുന്നേ എന്താണ് ഞാൻ ഈ 4 വർഷം ചെയ്യാൻ പോകുന്നത് എന്നെങ്കിലും മിനിമം ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. അതില്ലാതെ ബിടെക്കിന് ജോയിൻ ചെയ്ത ആളാണ് ഞാനും. അപ്പൊ നമ്മൾ എന്നിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ കോളേജ് ബേസിൽ ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് വാസ് ഫയർ ഫൈറ്റിങ് ആക്ച്വലി. നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പഠിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്ക് പഠിക്കുന്നതിനോട് അഡ്ജസ്റ്റഡ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. ഇപ്പം ഞാൻ ഇവിടെ വന്നു, അതായത് ഞാൻ ജോലിക്ക് കയറി, ക്രിങ്കിൾ ഞാൻ ജോലിക്ക് കയറി. ഇപ്പൊ എനിക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. ബട്ട് ഐ എം എൻജോയിങ് ദ പ്രോസസ്. ഐ എം എൻജോയിങ് സംതിങ്. ഞാൻ പഠിക്കുക എന്നുള്ള പ്രോസസ്സിനെ ഐ എം എൻജോയിങ് ദ പ്രോസസ് ഓഫ് സ്റ്റഡിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് പഠിക്കുക എന്നൊരു കാര്യം ഇത്രയും മാത്രം എൻജോയ്ഡ് അത് ചെയ്യുന്നത്. അത് മേ ബി ഞാൻ അറിയാത്തൊരു, ഞാൻ ജോലിക്ക് കയറിയത് ഇറ്റ് വാസ് മൈ ചോയ്സ് ടു ചൂസ് ദിസ് വൺ. എനിക്ക് ക്രിങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളത് ഇറ്റ് വാസ് മൈ ബെസ്റ്റ് തിങ് ടു ഹാപ്പൻ. അപ്പോൾ അത് ഞാൻ ചൂസ് ചെയ്തതാണ്. ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഞാൻ അറിഞ്ഞു, ഏതൊക്കെ ടെക്നോളജീസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞു, എനിക്ക് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പം ഞാൻ അതെല്ലാം ഒരു ഓവറോൾ ഐഡിയയോട് കൂടിയാണ് ഞാൻ ക്രിങ്കിൽ ജോയിൻ ചെയ്തത്. ഇതേ സെയിം സാധനം നമ്മൾ കോഴ്സ് എടുക്കുന്നതിന് മുന്നേ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതും എൻജോയബിൾ ആവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഔട്ട് ഓഫ് ദി അക്കാഡമിക്സ് കോളേജുകളിലും നല്ല നല്ല കോളേജുകളിൽ അവൈലബിൾ ആണ്. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ ആപ്റ്റ് ആവണം. അത് ബിഫോർ അതിന് നമ്മൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് വെൽ പ്രിപ്പയർഡ് ആവും. അതെ. ഇപ്പം ഇന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്, എൻ്റെ കോളേജ് ഡേയ്സിൽ ഐ ഷുഡ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സ്. ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സിൽ കേൾക്കുന്നത് തന്നെ ഈ അടുത്തിടയ്ക്കാണ്. ജോലിക്ക് കയറി കഴിഞ്ഞിട്ടല്ല, അതിന് മുന്നേ തൊട്ട് ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സ് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആക്ച്വലി നമ്മൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം വി ഷുഡ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സ്. ഫസ്റ്റ് നമ്മൾ ഹാക്കത്തോൺസ് അതേപോലുള്ള ഈവൻസിന് പങ്കെടുക്കണമായിരുന്നു. അന്ന് ഇതിനെപ്പറ്റി കേൾക്കുമ്പോൾ എനിക്ക് പുച്ഛാണ്. ഹാക്കത്തോണിന് ഞാൻ വരത്തില്ല, പുച്ഛമാണ്. പിന്നെ വി ഷുഡ് ഹാവ് ട്രൈഡ് സംതിങ് ബിഗ്, ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ. നമുക്ക് എന്തായാലും ഇതിഷ്ടമാണ്. അപ്പോൾ ഇതിൽ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഡെഡിക്കേഷൻ. ഏറ്റവും കൂടുതൽ ഇല്ലാതിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് എന്ന് പറയുന്ന സാധനമാണ്. അതിനെപ്പറ്റി വേറൊരു വീഡിയോയിൽ പറയാം, എന്തുകൊണ്ടാണ് പ്ലാനിങ് അല്ലെങ്കിൽ ഒരു കലണ്ടർ പ്ലാനിങ്, എന്തുകൊണ്ടാണ് സ്കെഡ്യൂൾ എന്ന് പറയുന്ന ഒരു സാധനത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് ജോലി കയറി കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുന്നത്. ആക്ച്വലി ഇന്ന് നമ്മളുടെ ഒരു ദിവസം ഓടണമെങ്കിൽ നമുക്ക് പ്ലാനിങ് ഇല്ലെങ്കിൽ ടോട്ടലി ഫ്ലോപ്പ് പോകും, അല്ലേ? ഇപ്പം ദിവസം രാവിലെ എണീച്ചിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം ഡേ സ്കെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ്. ഏതൊക്കെ കലണ്ടർ പ്രിപ്പയർഡ് ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. അത് പാളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പാളി എന്നുള്ളതാണ്. അപ്പം ഇതേ സെയിം സംഭവം ഒരു പക്ഷെ നമ്മുടെ കോളേജ് ലൈഫിൽ വന്നിരുന്നെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് എന്താണ് സംഭവിക്കാന്ന്, വി ഷുഡ് ഹാവ്, നമ്മൾ കുറെ കൂടെ സ്കിൽഡപ്പ് ആയനെ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ടല്ലേ. മാക്സിമം യൂട്ടിലൈസ് യുവർ college life. How to maximum utilize your college life is one of the best topic. അതിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ how to maximum utilize your college life and how important is a calendar in your life, scheduling your life, daily life. ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇപ്പോഴത്തെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങളത് ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ വാച്ച് ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ.